Hello friends, welcome back to Chem Roots. So കൂട്ടുകാരെ, നമ്മൾ ഇനി പറയുന്ന ടോപ്പിക് എങ്ങനെയാണ് ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തന്നാൽ നമ്മൾ അതിന്റെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് എന്നിവ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ കിട്ടിയാൽ നമ്മൾ എങ്ങനെ അവയുടെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് എന്നിവ കണ്ടെത്തുമെന്നാണ്. അതിന് നിങ്ങൾ ആദ്യം പീരിയോഡിക് ടേബിൾ ഒന്ന് ശ്രദ്ധിക്കണം. നോക്കൂ, പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് തുടങ്ങിയിരിക്കുന്നത് 1 നിന്നാണ്. ശരി, ക്ലിയർ. ഡി ബ്ലോക്ക് തുടങ്ങിയിരിക്കുന്നത് 3 നിന്നാണ്. 3ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ഗ്രൂപ്പ് കഴിഞ്ഞാണ് ഡി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുക 13 മുതലാണ്. അപ്പോൾ 12 ഗ്രൂപ്പ് കഴിഞ്ഞ ശേഷമാണ് പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർ ഓർമ്മയിൽ വെക്കുക. എസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെയാണ്. ഡി 2 ഗ്രൂപ്പ് കഴിഞ്ഞ ശേഷവും പി 12 ഗ്രൂപ്പ് കഴിഞ്ഞ ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ശരി, ഇനി എങ്ങനെ എലമെൻറ്റിൻ്റെ ബ്ലോക്ക്, പീരീഡ്, ഗ്രൂപ്പ് എന്നിവ കണ്ടെത്താമെന്നാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു എലമെൻറ്റ് തന്നാൽ ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ നോക്കുക. ഇപ്പോൾ ഞാൻ എക്സ് എന്നൊരു എലമെൻറ്റ് തന്നു. അതിൻ്റെ അറ്റോമിക് നമ്പർ ഇവിടെ തന്നിരിക്കുന്നു. നിങ്ങൾ ഉടനെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫ്രണ്ട്സ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ഉടനെ നിങ്ങളതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇലക്ട്രോൺ കയറിയിരിക്കുന്ന സബ്ഷെൽ നോക്കുക. സോ the subshell in which ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡേഡ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക്. ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിരിക്കുന്ന സബ്ഷെല്ലിൻ്റെ പേര് ബ്ലോക്ക്. ശരി, അപ്പോൾ കൂട്ടുകാരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിരിക്കുന്ന സബ്ഷെൽ ഏതെന്ന് നോക്കുക, അതാണ് ബ്ലോക്ക്. ശരി, നമ്പർ ഓഫ് ലാർജ് മെയിൻ ഷെൽ, ഏറ്റവും വലിയ മെയിൻ ഷെല്ലിൻ്റെ നമ്പറാണ് പീരീഡ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ലാസ്റ്റ് സബ്ഷെൽ, അതാണ് ഗ്രൂപ്പ്. ഫ്രണ്ട്സ് നോക്കൂ, നിങ്ങളൊരു എലമെൻറ്റിനെ കിട്ടിയാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ഏത് സബ്ഷെല്ലാണോ അവസാന ഇലക്ട്രോൺ കയറിയിരിക്കുന്നത് അതാണ് ബ്ലോക്ക്. ഏറ്റവും വലിയ മെയിൻ ഷെല്ലിൻ്റെ നമ്പറാണ് പീരീഡ്. ഏറ്റവും ഒടുവിലെ ഇലക്ട്രോൺ കയറിയിരിക്കുന്ന നിങ്ങളുടെ ലാസ്റ്റ് സബ്ഷെൽ ഉണ്ടല്ലോ, അവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം ഗ്രൂപ്പ്. പ്ലീസ് നോട്ട്, ഡി ബ്ലോക്ക് ആണ് എങ്കിൽ ഈ ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടി ഇപ്പം കിട്ടിയ നമ്പറിനൊപ്പം 2 കൂട്ടണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഡി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 2 ഗ്രൂപ്പ് കഴിഞ്ഞിട്ടാണ്. പി ബ്ലോക്ക് ആണെങ്കിൽ അപ്പോൾ എത്ര കൂട്ടേണ്ടി വരുമെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 12 മുതൽ, അപ്പോൾ ലാസ്റ്റ് സബ്ഷെല്ലിൽ ഇലക്ട്രോണിനൊപ്പം നിങ്ങൾ 12 കൂട്ടുക. ക്ലിയർ? അപ്പോൾ കൂട്ടുകാർ ഒരു എലമെൻറ്റ് കിട്ടിയാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിരിക്കുന്ന സബ്ഷെൽ ഏതോ അതാണ് അതിൻ്റെ ബ്ലോക്ക്. ഏറ്റവും വലിയ മെയിൻ ഷെല്ലിൻ്റെ നമ്പർ എത്രയോ അതാണ് പീരീഡ്. ശരി, ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിരിക്കുന്ന സബ്ഷെൽ ഉണ്ടല്ലോ, അവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം ഗ്രൂപ്പ്. പ്ലീസ് നോട്ട്, ഡി ബ്ലോക്ക് ആണെങ്കിൽ അത് 3ാം ഗ്രൂപ്പ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 കഴിഞ്ഞു പോയി. അതുകൊണ്ട് ലാസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനൊപ്പം 2 കൂട്ടണം. പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 12 ഗ്രൂപ്പ് കഴിഞ്ഞു പോയത് കൊണ്ട് ലാസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിനൊപ്പം 12 കൂട്ടിയാലേ പി ബ്ലോക്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. ശരി, ഞാൻ ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആവും. നിങ്ങൾ കൂടി ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പോർഷൻ വളരെ നന്നായി മനസ്സിലാവും. കൂട്ടുകാരെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. നോക്കൂ, ഒരു ചോദ്യം. കാൽസ്യം Ca20 ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് എന്നിവ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. 1s2 2s2 2p6 3s2 3p6. അപ്പോൾ എത്രയായി? 10 12 18 4s2. ഇപ്പോൾ ക്ലിയർ ആയല്ലേ? ശരി, അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ദെൻ ഏറ്റവും ഒടുവിലത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്നത് എസ് സബ്ഷെല്ലിൽ. അപ്പോൾ ഏതാ കൂട്ടുകാരെ ബ്ലോക്ക്? ബ്ലോക്ക് എന്ന് പറയുന്നത് ദി സബ്ഷെൽ ടു വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡേഡ്, എസ് സബ്ഷെല്ലിലേക്കാണ്. സോ ദ ബ്ലോക്ക് ഈസ് എസ്. ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിരിക്കുന്ന സബ്ഷെൽ എസ് ആയതുകൊണ്ട് ബ്ലോക്ക് എസ്. ശരി, പീരീഡ് എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് ലാർജ് മെയിൻ ഷെൽ 1 2 2 3 3 4. ഏറ്റവും വലിയ മെയിൻ ഷെൽ 4, പീരീഡ് 4.
ദെൻ ഗ്രൂപ്പ് എങ്ങനെ കിട്ടും? ലാസ്റ്റ് സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എസ് ആയതുകൊണ്ട് ഒന്നും കൂട്ടണ്ട, എസ് ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ലാസ്റ്റ് സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 2. അപ്പോൾ ഗ്രൂപ്പ് 2 എന്ന് കിട്ടും. ശരി, മറ്റൊരു എക്സാമ്പിൾ. പൊട്ടാസ്യം K19 നോക്കൂ കോൺഫിഗറേഷൻ. 1s2 2s2 2p6 3s2 3p6 4s1. നോക്കൂ, ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിരിക്കുന്നത് എസ് സബ്ഷെല്ലിൽ ബ്ലോക്ക് എസ്. ഏറ്റവും വലിയ മെൻഷൽ 4 പീരീഡ് 4. അവസാനത്തെ സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 1, ഗ്രൂപ്പ് 1. ശരി, കുറേ ചോദ്യം നമുക്ക് ചെയ്യാം. മറ്റൊരു ചോദ്യം, ക്ലോറിൻ Cl17 കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p5 17 ഇലക്ട്രോൺസ്. നോക്കൂ, അവസാനത്തെ ഇലക്ട്രോൺ കയറിയിരിക്കുന്നത് പി സബ്ഷെല്ലിൽ ബ്ലോക്ക് പി. അവിടെയുള്ള ഏറ്റവും വലിയ മെൻഷൽ 1 2 2 3 3 3 സോ പീരീഡ് 3. ഏറ്റവും വലിയ മെൻഷൽ ഏതോ അതാണ് പീരീഡ് 3. അവിടെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണല്ലോ ഗ്രൂപ്പ്. അവിടെയുള്ള ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. ഏറ്റവും വലിയ സബ്ഷെല്ലല്ല, ഏറ്റവും അവസാനത്തെ സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. ഇവിടെ നമ്മുടെ ഭാഗ്യത്തിന് ഏറ്റവും വലിയ സബ്ഷെല്ലും അതുപോലെ തന്നെ അവസാന സബ്ഷെല്ലും ഒന്നായെന്നേ ഉള്ളൂ. ശരി, അപ്പോൾ ഏറ്റവും ഒടുവിലെ സബ്ഷെൽ പി, അവിടെ 5 ഇലക്ട്രോൺ പ്ലസ് ഞാൻ പറഞ്ഞു പി ആണെങ്കിൽ 12 കൂട്ടണം. സോ 12 + 5 17. കാരണം പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 12 ഗ്രൂപ്പുകൾ കഴിഞ്ഞിട്ടാണ്. ക്ലിയർ? ശരി, മറ്റൊന്ന് നിയോൺ Ne10. ഫ്രണ്ട്സ്, കോൺഫിഗറേഷൻ 1s2 2s2 2p6. ബ്ലോക്ക് അവസാനത്തെ ഇലക്ട്രോൺ പിയിലാണ് കയറിയത്, പി ബ്ലോക്ക്. ഏറ്റവും വലിയ മെൻഷൽ 2, പീരീഡ് 2. അവസാനത്തെ സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 6 + 12 കൂട്ടണം, പി ബ്ലോക്ക് ആയതുകൊണ്ട് കേട്ടോ. സോ 18. ക്ലിയർ? ശരി ഫ്രണ്ട്സ്, മറ്റൊരു എക്സാമ്പിൾ. Iron 26 configuration 1s2 2s2 2p6 3s2 3p6. ഇനി 4sലാണ് 4s2 3d6. ശരി, നേരത്തെ പറഞ്ഞതുപോലെ ബ്ലോക്ക് പറയാം. ഏറ്റവും ഒടുവിലത്തെ ഇലക്ട്രോൺ കയറിയ സബ്ഷെൽ ഡി, അപ്പോൾ ബ്ലോക്ക് ഡി. വാട്ട് അബൌട്ട് പീരീഡ്? ഏറ്റവും വലിയ മെൻഷൽ 1 2 2 3 3 4 3. ഏറ്റവും വലുത് 4. അപ്പോൾ ഏറ്റവും വലിയ മെൻഷലിൻ്റെ നമ്പറാണ് പീരീഡ് 4. ഏറ്റവും അവസാനത്തെ അല്ല, ഏറ്റവും വലുതാണ് നോക്കണ്ട, 4. ദെൻ വാട്ട് അബൌട്ട് ഗ്രൂപ്പ്? ഏറ്റവും ഒടുവിലെ സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 6 പ്ലസ്. ഏറ്റവും ഒടുവിലെ സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 6+. ഫ്രണ്ട്സ്, 2 ഗ്രൂപ്പ് കഴിഞ്ഞു ഡി തുടങ്ങാൻ. അപ്പോൾ 2 കൂട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, 6 + 2 8. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് എന്നിവ തിരിച്ചറിയുക. ക്ലിയർ? സോ ദാറ്റ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇത്രയും പോർഷൻസ് നന്നായി കണ്ടുപിടിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സീ യു ആൾ. ബൈ. താങ്ക് യു.